ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹോംലി സ്റ്റുഡിയോ. നല്ല പച്ച കുരുമുളക് അരച്ച നാടൻ മത്തിക്കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പച്ച കുരുമുളക് ഉണ്ടാകുന്ന സമയമല്ലേ. അപ്പോൾ മത്തിയൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കുക്കിങ്ങിൽ തന്നെ പല പരീക്ഷണങ്ങളും നടത്താറില്ലേ, അതുപോലെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു തണ്ട് കുരുമുളകാണ് ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ എടുക്കാം. ആദ്യം ഇതുപോലൊരു മൺചട്ടി എടുത്ത് അതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച ചെറിയ മത്തി ഇട്ട് കൊടുക്കാം. അധികം വലിയ മത്തി എടുക്കരുത്, കുറച്ച് ചെറിയ മത്തിയാണ് ഇതിന് നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഭാഗം സവാള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഒരു കളറിന് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എരിവിന് കുരുമുളകാണ് ഇതിലേക്ക് അരക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അത് അവിടുന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുരുമുളക്, അത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ചേർത്ത ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ ആ ഒരു അളവിൽ വെള്ളം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണയായിട്ട് മീൻകറി വെക്കുമ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കറിക്ക് നമ്മൾ പുളി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതാണ് കൂടുതലും ടേസ്റ്റ്. ഇനി നമുക്ക് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഒരു കറിയിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് താളിച്ചൊഴിക്കുന്നത്. അതിനായിട്ട് ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഈ ഒരു വെളുത്തുള്ളി തന്നെ ഇതിലേക്ക് താളിച്ചൊഴിക്കണം. അതാണ് ഈ ഒരു കറിക്ക് കൂടുതലും ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ പച്ച കുരുമുളക് അരച്ച നാടൻ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായം കൂടി ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കൂടിയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബായ്.